നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ, കാഞ്ഞങ്ങാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ പീഡിയാട്രീഷ്യനാണ്. കൂടാതെ ജില്ലാതല ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രോഗ്രാം നോഡൽ ഓഫീസർ ആണ്. ഈ നവംബർ 18 മുതൽ 24 വരെ വേൾഡ് ആൻറ്റി മൈക്രോബിയൽ അവയർനെസ് വീക്ക് ആയി നമ്മൾ ആചരിക്കുകയാണ്. അതായത് ലോക ആൻറ്റിബയോട്ടിക് ബോധവൽക്കരണ വാരം ആയി നമ്മൾ കൊണ്ടാടുകയാണ്. ആൻറ്റിബയോട്ടിക്കുകൾ ജീവൻ രക്ഷാ മരുന്നുകളാണ്. ഈ ആൻറ്റിബയോട്ടിക്കുകളെ വ്യാപകവും അശാസ്ത്രീയവുമായി ഉപയോഗിച്ചാൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണമാകും. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2050 1 കോടിയോളം മരണങ്ങൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. എന്താണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ പലതരം സൂക്ഷ്മാണുക്കൾ, അതായത് വൈറസ്, ബാക്ടീരിയ, ഫംഗൈ തുടങ്ങിയ പലതരം സൂക്ഷ്മാണുക്കൾ ഇൻഫെക്ഷനുകൾ ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനുകളെ മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ വൈറൽ ഇൻഫെക്ഷനുകൾക്കും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനുകൾക്കും ഏതുതരം ഇൻഫെക്ഷനുകൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ അശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് കാരണം ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളെ അതിജീവിക്കാനുള്ള ശേഷി, അതായത് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാലും ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ ട്രീറ്റ് ചെയ്യപ്പെടാത്ത ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകളോട് പ്രതിരോധ ശക്തിയുള്ള രോഗാണുക്കൾ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനുകൾ വളരെയധികം കൂടി വരികയാണ്. ഇത് ഭാരിച്ച ചികിത്സാ ചെലവിലേക്കും അല്ലെങ്കിൽ വളരെ ദീർഘമായ ചികിത്സാ കാലാവധിയിലേക്കും രോഗിയുടെ മരണത്തിലേക്കും വരെ ഇത് ഈ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിനെ ചെറുക്കാനായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ വർഷത്തെ വേൾഡ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരത്തിൻ്റെ സന്ദേശം എന്തെന്നാൽ എഡ്യൂക്കേറ്റ്, അഡ്വക്കേറ്റ് ആൻഡ് ആക്ട് നൗ, അതായത് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, ഇപ്പോൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? എല്ലായ്പ്പോഴും ഡോക്ടർ കുറിപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ മാത്രം സ്വീകരിക്കുക. അതായത് ഡോക്ടർ നിർദ്ദേശിച്ച അതേ തോതിലും അതേ ഡോസേജിലും അതേ കാലാവധിയിലും മാത്രം ഉപയോഗിക്കുക. ഒരു കാരണവശാലും നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ അല്ലെങ്കിൽ അയൽപ്പക്കക്കാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും തന്നെ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. അതല്ലെങ്കിൽ മുൻപൊരു തവണ അസുഖം വന്നപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത ആൻറ്റിബയോട്ടിക്കുകൾ വീണ്ടും കുറിപ്പടിയില്ലാതെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും വിവരം പറഞ്ഞ്, അതായത് കഫക്കെട്ട് അല്ലെങ്കിൽ മറ്റ് അസുഖം എന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക്കുകൾ ഓവർ ദ കൗണ്ടർ വാങ്ങി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മുഴുവൻ അണുബാധകളെയും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയില്ല. ജലദോഷം, അതല്ലെങ്കിൽ ചെറിയ വൈറൽ പനി തുടങ്ങിയ അസുഖങ്ങൾക്ക് ഒരു കാരണവശാലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടതില്ല. വേറൊരു കാര്യം, കന്നുകാലികളിലും മത്സ്യകൃഷിയിലും കാലിത്തീറ്റകളിലും മറ്റും ഈ ആൻറ്റിബയോട്ടിക്കുകൾ വളരെ അശാസ്ത്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഒരു വെറ്റിനറി ഡോക്ടറെ അല്ലെങ്കിൽ ആ മേഖലയിലെ വിദഗ്ധനെ സമീപിച്ച് നിർദ്ദേശമനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കന്നുകാലികളിലായാലും മനുഷ്യന്മാരിലായാലും ഉപയോഗിച്ച ആൻറ്റിബയോട്ടിക്കുകൾ, ബാക്കി വരുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ പലപ്പോഴും നമ്മൾ മണ്ണിലേക്കും അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്കും വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഇത് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ വേണ്ടി തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ആൻറ്റിബയോട്ടിക്കൽ റെസിസ്റ്റൻസിനെ ചെറുക്കാനുള്ള ഏറ്റവും വലിയ ഒരു വഴി എന്നതെന്നാൽ ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ശരിയായ രീതിയിലുള്ള കുത്തിവയ്പ്പുകൾ എടുക്കുക. അതേപോലെ തന്നെ കോവിഡ് കാലത്തൊക്കെ നമ്മൾ പരിപാലിച്ചു പോകുന്ന ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡുകൾ, കൈ കഴുകുക, മാസ്ക് ധരിക്കുക, അതേപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുക, SMS പോലെയുള്ള പ്രതിരോധ രീതികൾ നമ്മൾ പലപ്പോഴും ശീലിക്കേണ്ടതാണ്. രോഗശമനം തോന്നിയാൽ പോലും ഡോക്ടർ നിർദ്ദേശിച്ച ആൻറ്റിബയോട്ടിക് ചികിത്സ പൂർത്തിയാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഡോക്ടർമാരും ശാസ്ത്രീയമായ രീതിയിൽ ചികിത്സാ പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ പ്രിസ്ക്രിപ്ഷൻ നടത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ആൻറ്റിബയോട്ടിക്കുകൾ ജീവൻ രക്ഷാ മരുന്നുകളാണ്. ആൻറ്റിബയോട്ടിക്കുകളെ അതിജീവിക്കാനുള്ള കഴിവ്
ബാക്ടീരിയകൾ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ ചികിത്സിക്കാൻ, വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ചികിത്സിക്കാൻ മരുന്നുകൾ ഇല്ലാതെ വരികയും ഒട്ടനവധി രോഗികൾ മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിന് വേണ്ടി എല്ലാവരും കൈകോർത്ത് ശാസ്ത്രീയമായ രീതിയിൽ മാത്രം ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു.